ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സാത്താൻ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നതിനുള്ള കുറച്ച് അടയാളങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ കുറച്ച് മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇത് നിങ്ങളുടെ ഇടയിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് സമാധാനമില്ലായ്മ. വീട്ടിൽ നിരന്തരമുള്ള കലഹം, കോപം, അതുപോലെ തന്നെ വഴക്കുണ്ടാവുക, തർക്കങ്ങളുണ്ടാവുക, ക്ഷമിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളുണ്ടാവുക. അതാണല്ലോ നമ്മളെ കലഹത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 1-2 ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് മാസങ്ങളായിട്ട് തുടർച്ചയായി നിങ്ങൾ ഒരു സമയത്ത് ചിലപ്പോൾ സന്ധ്യ സമയത്താവാം, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സന്ധ്യ സമയത്താണ്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് തുടരെ ഈ പ്രശ്നം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ഇതൊരു സാധാരണ വിഷയമല്ല. ഒരു പൈശാചിക ശക്തി നിങ്ങളുടെ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നതിനുള്ള ഒരടയാളമാണ്. രണ്ടാമത്തെ ഒരടയാളം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലുണ്ടാകുന്ന തടസ്സം. പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉറക്കം വരുന്നത്, ശരീരം തളർന്നു പോകുന്നത് തോന്നുന്നു, മറ്റ് കാര്യങ്ങളിലേക്ക് ചിന്ത പോകുന്നത്, പ്രാർത്ഥിക്കേണ്ട, എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു പൈശാചിക ചിന്തകളാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയമാണ്. ഏറ്റവും പേടി നമുക്ക് ഇരുട്ടിനെ പേടി. അതുപോലെ സ്വപ്നത്തിൽ നമുക്ക് വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്നത്, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നത്, അതുപോലെ സ്മെല്ലുകൾ ഉണ്ടാവുന്നു. സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കത്തിക്കരിഞ്ഞ സ്മെല്ല് പോലത്തെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വൃത്തികെട്ട സ്മെല്ലുകൾ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള സ്മെല്ലുകൾ ഉണ്ടാവുന്നു. സാധാരണമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പൈശാചികമായിട്ടുള്ള ഒരു സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് പാപം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കുമ്പസാരിക്കും, പിന്നെയും പാപം ചെയ്യും. ചിലപ്പോൾ കുമ്പസാരമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിവേകമില്ല. ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ നമ്മളിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പൈശാചികതയാണ്. നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പാപത്തെ വലിച്ചിടുന്നു. ആ മേഖലയിൽ കൂടുതൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നവരാണെങ്കിൽ ഓർത്തുകൊള്ളുക, അതൊരിക്കലും ഒരു മാനുഷികമായിട്ടുള്ളൊരു ചിന്താരീതിയല്ല, അമാനുഷികമായിട്ടുള്ള ഒരു ചിന്താരീതിയാണെന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികമായിട്ടൊന്നും സാത്താനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് മതി നമ്മുടെ ജീവിതത്തിൽ അവനെ തിരിച്ചറിയാനായിട്ട്. ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവനുണ്ടോ എന്നറിയാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് അടയാളങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് ചൂണ്ടിക്കാണിച്ച് തന്നിരിക്കുന്നത്. ആ മേഖലയെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് അവിടെ നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. കാരണം എല്ലാ കാര്യങ്ങളും പൈശാചികതയല്ല, പക്ഷേ അതിനുള്ളിലും പൈശാചികമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കൃപ വേണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാനായിട്ട് പറ്റും? നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ നേരിടാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി രാത്രിയിലുണ്ടാകുന്ന സ്വപ്നങ്ങൾ മിക്ക ആളുകളും അങ്ങനെ കാണാറുണ്ട്. ഭയം തോന്നുക, ഇരുട്ടിന് പേടി തോന്നുക, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റണമെങ്കിൽ ഓർക്കുക, സന്ധ്യ പ്രാർത്ഥന മാത്രം പോരാ. പകലുള്ള നമ്മൾ പറയല ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ 91 സങ്കീർത്തനം ചൊല്ലുക. ദൈവത്തിൻ്റെ സംരക്ഷണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനാണ് 91-ാമത്തെ സങ്കീർത്തനം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ് കേട്ടോ. അവർക്കൊരു വീട് പള്ളിക്കാർ പണിത് കൊടുത്തു. ആ പള്ളിക്കാർ പണിത് കൊടുത്ത വീട്ടിൽ കിടന്ന അന്ന് തൊട്ട് ഈ ചേച്ചി സ്വപ്നം കാണുക. സ്വപ്നം എന്ന് വെച്ചാൽ ഈ ചേച്ചിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരി ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഈ ചേച്ചി കാണുവാണ്. അസാധാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുന്നു. എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, നമുക്കറിയാം നമ്മുടെ വീട്ടിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളല്ലാതെ മറ്റാരോ നമ്മുടെ കൂടെ ഉള്ളതുപോലെ ഒരു തോന്നൽ.
അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ സ്വപ്നങ്ങൾ നിരന്തരം കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ ചേച്ചിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ ചേച്ചിയോട് ഇദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞു, ഈ 91 സങ്കീർത്തനം ചൊല്ലിയാൽ മതിയെന്ന്. ഈ 91 സങ്കീർത്തനം പ്രാർത്ഥിച്ച് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ ആ വീടിനുള്ളിൽ വളരെയധികം സമാധാന അന്തരീക്ഷം ഉണ്ടാവാൻ തുടങ്ങി. അതുമാത്രമല്ല, നമ്മുടെ ആനാം വെള്ളം മേടിച്ച് ഇദ്ദേഹം എല്ലാ മുറികളിലും കൂടി തളിക്കുകയും കൂടി ചെയ്തപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നേക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് നമ്മൾ ഇതുപോലെ ആനാം വെള്ളമൊക്കെ വീട്ടിൽ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയോടെ എടുത്ത് തളിക്കുക, അല്ല മുറികളിലെടുത്ത് തളിക്കുക. ജപമാല കിടന്നിറങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ജപമാല ചൊല്ലുക, പ്രാർത്ഥിക്കുക. എനിക്ക് 2-3 ദിവസമായിട്ട് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. വളരെ ഓപ്പണായിട്ട് പറയാം. കാരണം വളരെയധികം എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുപോലെ ഞാൻ നല്ല രീതിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അത്രമാത്രം ഒരു മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഏറ്റവും അധികം ശാരീരിക ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് ജപമാല ചൊല്ലാനായിട്ട് കൈകളെ കൊന്തയെടുക്കുമ്പോൾ വളരെ ഭാരം തോന്നാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് വളരെ ശക്തിയോടെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ട്. അല്ലാത്ത പക്ഷം കൊന്ത ചൊല്ലി തുടങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും. എങ്ങനെ പോയാലും ഞാൻ എൻ്റെ ശത്രുവിനോട് പറയാറുണ്ട്, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ശത്രുവിനോട് പറയും, നീ എത്ര ശ്രമിച്ചാലും എൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ അകറ്റാൻ പറ്റില്ല എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഭയപ്പെടാനല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ നമ്മുടെ ശത്രുവാണ്, അവന് നമ്മളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ ഭയപ്പെടുത്തലും പേടിപ്പെടുത്തലും ഒക്കെ ഈ കാണിക്കുന്നതെല്ലാം തന്നെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിത്യജീവനിലെത്തരുത്. ദൈവം നമുക്ക് എന്തൊക്കെയോ തരാൻ വേണ്ടി ഇങ്ങനെ കരുതി വെച്ചേക്കാന്ന് അറിയുന്ന അവൻ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. ചില ആളുകൾ ഞാൻ കാണാറുണ്ട്, ചില കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കും. ആ ഭയപ്പെടുത്തിയിട്ട് സ്വാഭാവികമായിട്ട് ആ ഭയം വളർന്ന് നമ്മളെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഭയം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവിശ്വാസികൾക്ക് ചേർന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. കാരണം കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തിപ്പെടും. ദൈവസാന്നിധ്യമുള്ള ഭവനം സമാധാനമുള്ള ഭവനമായിരിക്കും. അവിടെ കലഹങ്ങൾക്ക് സ്ഥാനമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, പ്രാർത്ഥനയുള്ള ഒരു ഭവനമായിരിക്കും ദൈവസാന്നിധ്യമുള്ള ഭവനം. അവിടെ സ്നേഹം ഉണ്ടാകും, ഒത്തൊരുമയുണ്ടാകും, അല്ലേ? എല്ലാവരും പരസ്പരം ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ നിൽക്കത്തില്ല. അപ്പോൾ ഇത് ദൈവിക സാന്നിധ്യമുള്ളൊരു ഭവനം എന്ന് പറയുന്നത് അതാണ്, ഒരു കൂട്ടായ്മ. സാത്താൻ്റെ ഒരു വലിയ ചിന്താരീതി എന്ന് പറയുന്നത് നമ്മളെ തെറ്റിക്കലാണ്, നമ്മുടെ കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ എങ്കിലും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയിട്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. ദൈവം നിങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ടുണ്ട്. ഒന്നിനെ ഓർത്ത് ആകുലപ്പെടരുത്, ഭയപ്പെടരുത്. നമുക്കൊപ്പം സംരക്ഷണത്തിന് എപ്പോഴും ദൈവം നമുക്ക് കാവലായിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.